ബാക്ക് ടു ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ടൂർ പോവാണ്. ഇന്ന് നമ്മൾ പൊലച്ചക്കാണ് പോകേണ്ടത്. 3 മണിക്ക് എണീച്ച് പോകേണ്ടത്. 3 മണിക്കാണ് പോകുന്നത്. അപ്പം കുറച്ച് നേരത്തെ ഉറങ്ങണം, എന്നിട്ടാണ് പോവും. അതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്ന കാണിച്ചിടാം. അപ്പം ഗൈസ് പാക്ക് ചെയ്തു. ഇനി ഇതും കൂടി പാക്ക് ചെയ്യുന്നു. നമുക്ക് ഇതും കൂടി പാക്ക് ചെയ്യും. ഇതാണ് നോക്കുന്നത്. ഇത് അമ്മേൻ്റെ ചട്ടയാണ്. വെള്ളിട്ട കുഞ്ഞി ചട്ട. ഇത് ക്രീമിന് ലിപ്സ്റ്റിക്. എൻ്റെ കണ്ടീഷനിൽ മുകളിൽ നിന്ന് ഇതെല്ലാം മുടിക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഇപ്പത്തിടാം. ക്രീം കയറില്ല, ചെറുപ്പും കയറില്ല. ചെറുപ്പ് നമുക്ക് ആ സ്റ്റൈലാക്കാം. നമ്മൾ ഇതൊക്കെ പാക്ക് നമുക്ക് ഇവിടെ സൈഡ് വെക്കാം. ഇത് തോർത്താണ് നമുക്ക് ഉപയോഗിക്കേണ്ട പുതിയ തോർത്താണ്. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് വെച്ചിരിക്കാം. ഇത് ഓക്കെ, നമ്മളത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പം ഇങ്ങനെയാണ്. ഇനി നമുക്കിത് അങ്ങോട്ട് തിരിച്ചു നോക്കാം. അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മൾ ഉറങ്ങും. നേരത്തെ ഉറങ്ങേണ്ടതാണ്. അപ്പം 3 മണിക്ക് എണീച്ചിട്ട് കാണാം. നമ്മൾ പോവാണ്. 3 മണിയായി. എണീച്ച് പല്ലിച്ച് ഡ്രസ്സ് നമുക്ക് പോവാം. നമുക്ക് കാറിലെത്തിയിട്ടാകുമ്പോൾ കാണാം. നമ്മൾ കാറിലെത്തി. നമ്മൾ കുറച്ച് ദൂരം ഇപ്പം രാവിലെ ആയിട്ടാണ്. നമ്മൾ രാത്രി രാവിലെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എണീച്ച്, അമ്മയും എണീച്ച്, ഏട്ടനും അച്ഛനും പുറത്തുള്ള നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ മസാല ദോശ, 2 നെയ്യ് ദോശ. നമ്മൾ അവിടെ എത്തി. കാറിൽ ഫുഡ് കഴിച്ച് കാറിൽ വന്ന് ഇനി നമ്മൾ പോവാണ്. കാർ വിട്ട് ഇനി നമ്മൾ കുറച്ചും കൂടി പോകാനുണ്ട്. കുറച്ചും കൂടി കുറേ ദൂരം പോകാനുണ്ട്. അന്നേരം നമുക്ക് കാണാം. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി. എന്നാടുവാ നല്ല രസമുണ്ടത് മരം. നമ്മൾ എത്താനായി. പാട്ട് വെക്കണല്ലേ? റേഡിയോന് കിട്ടൂലല്ലോ. മറ്റേ സിനിമയിലില്ലേ, ഗൾഫ് പോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിട്ട് റോഡ്. നീ വീഡിയോ
നോക്കിയിട്ട് ഞാൻ ചോറുന്ന് ഇപ്പം ഒരു ഹോട്ടലിൽ പോയായിരുന്നു. പക്ഷെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഫുൾ തമിഴ്ക്കാരാണ്. അപ്പം അവിടെ ഞാൻ ചോറും രസവും പിന്നെ പായസം മോര് കുടിച്ച് ഇനി നമ്മള് എവിടെയാണ് അതിന് നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി റൂമിലെത്തിയിട്ടാകുമ്പോ കാണാം. ഇത് 90-ലാണ്. കൂട്ടുണ്ട്. സ്ഥലത്തി നമ്മള് ഇപ്പൊ എത്തി ഗൈസ്. അപ്പൊ നമ്മളിവിടെ സ്വിമ്മിങ് പൂളെല്ലാം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പോകുന്നു. पार्किंग है हाँ ले ला വെള്ളച്ചാട്ടം ഇനി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ റൂം എടുത്തിട്ട് നമ്മൾ അന്വേഷിക്കും. ഐസ് കുടിക്കാൻ എന്താ കിട്ടി? അവിടെ കാണുന്നില്ല. അപ്പം നമുക്കിനി റൂമിലേക്കാണ് പോകേണ്ടത്. അച്ഛൻ രാവിലെ അച്ഛനോട് ഇനി നമ്മൾ അച്ഛൻ കൊടുക്കാൻ പോവാണ്. 2 ദിവസത്തേക്ക് നമ്മൾ റിട്ടേണിങ്ങാണ്. ഈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് കണ്ണാടി നമ്മളിതാ ഇങ്ങോട്ടേക്കാണ്. അങ്ങോട്ടൊന്ന് നോക്കി അടിപൊളി രസമാണ്. ഇവിടെ മാറ്റാണ്. അപ്പം ഇനി നമ്മൾ പോകുന്നത് നമ്മളെ റൂമിലോട്ടാണ്. ഇവിടെ ഇതാണ് ഇത് റൂമാണ്. നമ്പർ കേട്ടില്ല. നമ്മളെ റൂം ഇതാണ്. നമ്മളെ ബാത്റൂമാണ്. ഇവിടെ മറ്റേ തോർത്തൊക്കെ തുണിയിട്ടുണ്ട്. നമ്മളെ ബെഡ്റൂം ഇതാണ്. ഇതാണ് നമ്മളെ റൂം. അടിപൊളി റൂം.
ഓക്കെ നമ്മളെ സ്വിമ്മിംഗ് പൂൾ ആക്കിയാണ് നിങ്ങൾ കാണുന്നുണ്ട്. അതെ ഇതാണ് നമ്മളെ സ്വിമ്മിംഗ് പൂൾ. ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് തിന്നേണ്ട സ്ഥലമാണ്. അതിന്റെ സൈഡ് നമുക്ക് പോടും അടികൾ നല്ല അടികൾ നമുക്ക് ഇനി സെറ്റ് ആക്കണം. ഇനി നമ്മൾ വൈകുന്നേരം കുറച്ച് ഇനി സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ കുളിക്കാൻ പോവും. എന്നിട്ട് ഭക്ഷണം കഴിക്കും, കുറച്ച് കിടക്കും, പിന്നെ രാത്രിയായി ഫുഡ് കഴിച്ച് ഇറങ്ങും. നമ്മൾ എപ്പോൾ 5 ദിവസം നിൽക്കും. 5 ദിവസം നമ്മൾ എപ്പം ഈ റൂമിലാണ് നിൽക്കേണ്ടത്. താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആ സ്ഥലമാണ്. അതിൻ്റെ തൊട്ടപ്പം തന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കേണ്ട ആവേശമാണ്. ഇവിടെ പാർക്ക് ഉണ്ടാമേ, പാർക്ക് എത്തിയിട്ട് പോവാൻ. അപ്പൊ നമ്മുടെ ബാത്റൂം ഇതാണ്. ഉള്ളിലേക്ക് ഇവിടെ തോർത്തല്ലോ. നമുക്കിനി കുറച്ച് കിടക്കണം. അച്ഛക്ക് കഴിക്കുന്നില്ല. വേണ്ടി ചെത്ത് ദൂരം പോയത്. അപ്പൊ നമ്മുടെ പറയുന്ന എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഇനി നമ്മള് ഉറങ്ങിക്കുമ്പോ ഫുഡ് സ്വിമ്മിംഗ് പൂളിൽ പോയി പിന്നെ ഫുഡ് കഴിച്ച് സമയാവും. ഇത് സാധനം നമ്മൾ കുളിക്കാൻ പോകുന്ന ഡ്രസ്സ് മാറ്റുന്നു. കുറച്ച് കഴിഞ്ഞാല് ചോളം അങ്ങ് 1 മണിക്കൂർ ഇന്ന് രാവിലെ ഡ്രസ് ഇട്ടു, പല്ല് തേച്ചു, ഡ്രസ് ഇട്ടു, കെട്ടി ഫാൾസിലേക്ക് 1 മണിക്കൂർ, ടെമ്പിളിലേക്ക് 1/2 മണിക്കൂർ. എവിടെയും തീരുമാനമായില്ല. തീരുമാനം എടുക്കുന്നത് അന്നേരം പറയുമ്പോ കാണാം.
ഹലോ ഗൈസ്, നമ്മുടെ കുഞ്ഞാടിക്കുട്ടി ഇങ്ങനെ ഓടിക്കും എടുക്കുമ്പോൾ കുട്ടീനെ എടുക്കുമ്പോൾ അച്ഛൻ്റെ കൈൻ്റെ അടി നോക്കിയെടുത്തിന് പോവാ. ഇനി മുകളിലും ഗൈസ്, ഇവിടെ ഫുൾ മങ്കികളാണ്. ഫുൾ മങ്കികള്. നേരത്തെ കാണിച്ചത് മങ്കികളുടെ സ്ഥലമാണ്. നമ്മളിപ്പം അവിടെ ഇതാണ് വെള്ളം ഒഴുകിയിരുന്ന. ഇപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൽ കാണാൻ പോയതാണ്. അപ്പം അവിടെ മങ്കികളുണ്ടായിരുന്നു. മങ്കികൾ ഒരു ബസ്സിൻ്റെ പുറകിൽ കയറി കയറിയിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് വരിക. അപ്പം നമ്മൾ അവിടെ വെള്ളം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇനി നമ്മൾ ഇഷ ഫൗണ്ടേഷനിലാണ് പോകുന്നത്. ഇതിപ്പോൾ ആരുമില്ല, നമ്മൾ വന്നപ്പോൾ അവർ സംസാരിക്കലാണ്. ഞാൻ ഉള്ളിൽ കയറിയിട്ട് വീടെടുത്തത് അമ്മ ഇത് അച്ഛനും കിച്ചും വന്നു. പിന്നെ നമ്മളിപ്പോൾ നമ്മൾ ഇഷ ഫൗണ്ടേഷനിലെത്തി. ഇനി നമുക്ക് ശിവ അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു. പക്ഷെ ഞാൻ അവിടെ എത്താൻ അത്ര കുറേ നടക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇതാ നമ്മുടെ ശിവലിംഗം. ഓക്കെ, നമുക്ക് അതിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം. ഒരു വണ്ടിയിലവിടെ അങ്ങോട്ട് കൊണ്ടാക്കാനാണ്. അന്നേരം അവിടെ എത്തുമ്പോൾ കാണും. അപ്പുറത്ത്
നമ്മളിപ്പം ഐഷ ഫൗണ്ടേഷനിലാണ് ഉള്ളത്. വളരെ പറഞ്ഞു അവിടെ അതാ ഐഷ ഫൗണ്ടേഷൻ്റെ ശിവലിംഗമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഐസ്ക്രീം എന്നിട്ട് അവൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ ഇപ്പം ലൈറ്റ് തുടങ്ങും. ലൈറ്റ് തുടങ്ങാനായി. കാതിലിനെ അതാ തുടങ്ങുന്ന ഗൈസ്, തുടങ്ങും. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. ഇത് ശരിക്കും കാണാനാണ് അടിപൊളി. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. പാമ്പാണ്.
transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, "I want to have what you have. Show me the way."